അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ പേരിടുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഐസോമർസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോണത് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾ വെച്ചിട്ടുള്ള റിയാക്ഷനുകളെ പറ്റിയിട്ടാണ്. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ ചുറ്റും കാണുന്ന പല പല പ്രോഡക്റ്റുകൾ, ഫ്യൂവൽസ്, മരുന്നുകൾ, ഇതെല്ലാം ഓരോ ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസ് വഴി ഉണ്ടാകുന്ന സാധനങ്ങളാണ്. സോ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോണത്. സോ വെൽക്കം ടു ദ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ റിയാക്ഷനും വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുവരെയുള്ള അപ്സ്കില്ലറുമായിട്ടുള്ള യാത്ര ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേരുടെ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി ഇത് യൂസ് ചെയ്യാൻ നോക്കിയതും. നിങ്ങൾക്ക് മെയിൻ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാവണം. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ എനിക്ക് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോണത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഏതൊക്കെ കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പേര് മാത്രം ഒന്ന് കേട്ടിരുന്നാൽ മതി, എന്നിട്ട് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. സോ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. അഡിഷൻ റിയാക്ഷൻ രണ്ടാമതാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എപ്പോഴും നിങ്ങൾ കൂടെ എഴുതി പോയി കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. മീൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ കൂടെ പോവുക. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. രണ്ടാമത് പഠിക്കാൻ പോകുന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. മൂന്നാമത് പഠിക്കാൻ പോണത് എന്താണ്? ഒന്നാമത് പഠിക്കാൻ പോണത് പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ. നാലാമത് നമുക്ക് പഠിക്കാനുള്ളത് കമ്പഷൻ. അഞ്ചാമത് നമ്മൾ പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ, അഡിഷൻ, പോളിമറൈസേഷൻ, കമ്പഷൻ, തെർമൽ ക്രാക്കിംഗ്. സോ ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ 50% കഴിയും. ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ 50% കഴിയും. പിന്നീട് അടുത്ത 50% എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ ആണ്. അതായത് നമ്മൾ മെഥനോളിനെ പറ്റി പഠിച്ചല്ലേ, ഒരു കാർബണും OH വരുന്ന കോമ്പൗണ്ടാണ് മെഥനോൾ. സോ എന്താണ് മെഥനോൾ, മെഥനോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, മെഥനോളിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ, മെഥനോൾ എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ എഥനോളിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ, CH3CH2OH. സോ എഥനോൾ എന്താണ്, എഥനോളിനെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും, എന്താണ് എഥനോളിൻ്റെ യൂസ്. നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എഥനോളിനെയാണ് നമ്മൾ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ. എഥനോളാണ് നമ്മൾ സ്പ്രേയിലൊക്കെ ഉപയോഗിക്കുന്ന, സാനിറ്റൈസറിലൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഈ ലിക്കർ ഉണ്ടല്ലോ, ലിക്കർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും എഥനോളാണ്. ഓക്കെ. സോ ഈ എഥനോളിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയാണ് എഥനോളിനെ വാറ്റിയെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ. സോ എഥനോളിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് എഥനോൾ പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് കാർബോക്സിലിക് ആസിഡ് അല്ലേ. എഥനോയിക് ആസിഡ് നമ്മൾ റബ്ബർ ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ സിൽക്ക് ഇൻഡസ്ട്രിയിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്. അതേമാതിരി എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈനാപ്പിൾ എസൻസ് എന്നൊക്കെ നമ്മൾ പറയൂലേ, ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ മണം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽസാണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ എസ്റ്റേഴ്സിൻ്റെ പ്രിപ്പറേഷനും എസ്റ്റേഴ്സിൻ്റെ യൂസുകളും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ 100% കംപ്ലീറ്റ് ആവും. സോ ഇതാണ് നമ്മൾ പഠിക്കാൻ പോണ കാര്യങ്ങളുടെ ഓവർവ്യൂ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്, അഡിഷൻ റിയാക്ഷൻ എന്താണ്, അതേപോലെ ഈ റിയാക്ഷൻസ് എന്താണെന്ന് പഠിക്കും. പിന്നെ മെഥനോൾ, എഥനോൾ, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റേഴ്സ്, ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ പഠിക്കും. ചാപ്റ്റർ ക്ലോസ് ആവും. Okay.